ഇറാൻ യുദ്ധം യുഎസിനെ സാമ്പത്തികമായി തകർക്കുമോ? ആക്രമണം ഇറാനെ ഭയപ്പെടുത്തുമെന്നും യുഎസിന് മുന്നിൽ കീഴടങ്ങുമെന്നും ഒക്കെയാണ് ട്രംപ് കരുതിയത്. തിരക്കിട്ട സൈനിക നീക്കത്തിന് കാരണവും ഇതാവും. എന്നാൽ ഇറാൻ കീഴടങ്ങിയില്ലെന്ന് മാത്രമല്ല, യുഎസിനെ നന്നായി വെള്ളം കുടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. യുഎസിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ യുദ്ധം ചെലവേറിയതാണ്. ഇറാന്റെ വില കുറഞ്ഞ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ യുഎസിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയാം. യുഎസിന്റെ അത്യാധുനിക നിരീക്ഷണ ഡ്രോൺ തകർന്നു വീണു. യുഎസിന്റെ MQ-4C ട്രൈറ്റൺ ഡ്രോൺ ആണ് തകർന്നത്. ഏപ്രിൽ 9-നാണ് ഡ്രോൺ തകർന്നു വീണതെന്ന് യുഎസ് നാവികസേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമുസിൽ സംഘർഷം നിലനിൽക്കെയാണ് സംഭവം. നിരീക്ഷണ ഡ്രോണിന്റെ തകർച്ച യുഎസ് നാവികസേനയ്ക്ക് വലിയ തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ. ഒന്നാമത്, ഏറ്റവും ആധുനികമായ നിരീക്ഷണ ഡ്രോണാണ് തകർന്നു വീണത്. യുഎസ് സൈന്യത്തിന്റെ ആയുധങ്ങളുടെ ശേഷിയെ പോലും ചോദ്യം ചെയ്യുന്ന സംഭവമാണിത്. യുഎസിന് പോലും തങ്ങളുടെ സംവിധാനങ്ങളിലുള്ള ആത്മവിശ്വാസം ഇത് നഷ്ടപ്പെടുത്തിയേക്കാം. രണ്ടാമതായി, അതുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടമാണ്. ഇതിന്റെ വില കേട്ടാൽ ഞെട്ടും. ഏകദേശം $238 മില്യൺ ആണ് വില. അതായത് 2222 കോടി രൂപ. ഇറാനുമായി താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴാണ് യുഎസിന് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ നിരീക്ഷണം നടത്തുമ്പോഴാണ് സംഭവം. 50,000 അടി ഉയരത്തിൽ പറക്കുകയായിരുന്ന ഡ്രോൺ പെട്ടെന്ന് 10,000 അടി താഴ്ചയിലേക്ക് വീഴുകയും അപ്രത്യക്ഷമാക്കുകയുമായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡ്രോണിനുണ്ടായ അപകടത്തെ ക്ലാസ് A അപകടമായാണ് യുഎസ് തരംതിരിച്ചത്. നോർത്ത് ഗ്രൂമ്മനാണ് MQ-4C ട്രൈറ്റൺ വികസിപ്പിച്ചെടുത്തത്. യുഎസ് നാവികസേനയുടെ ഏറ്റവും കരുത്തുറ്റ നിരീക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണിത്. സമുദ്ര ഗതാഗതവും സൈനിക നീക്കങ്ങളും നിരീക്ഷിക്കാനാണ് യുഎസ് നാവികസേന ഈ ഡ്രോണിനെ ഉപയോഗിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ ഡ്രോൺ അപ്രത്യക്ഷമായ യഥാർത്ഥ ലൊക്കേഷൻ വെളിപ്പെടുത്തിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ നിരീക്ഷണ ഡ്രോണുകളിൽ ഒന്നാണ് MQ-4C ട്രൈറ്റൺ. 24 മണിക്കൂറിലധികം തുടർച്ചയായി വായുവിൽ തുടരാൻ ഇതിന് കഴിയും. 50,000 അടിക്ക് മുകളിൽ സഞ്ചരിക്കാൻ ശേഷിയുണ്ട്. സമുദ്രമേഖലയിലെ നീക്കങ്ങൾ നിരീക്ഷിക്കാനാണ് പ്രധാനമായും ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. ഒറ്റത്തവണ പറന്നുയർന്നാൽ ഏകദേശം 7400 നോട്ടിക്കൽ മൈൽ ദൂരത്തോളം നിരീക്ഷണം നടത്താൻ സാധിക്കും. ബോയിംഗ് P-8 പോസിഡോൺ വിമാനങ്ങളുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്ന ട്രൈറ്റൺ യുദ്ധക്കപ്പലുകൾക്കും കമാൻഡ് സെന്ററുകൾക്കും തത്സമയ വിവരങ്ങൾ കൈമാറും. 2018-ലാണ് ട്രൈറ്റൺ പ്രവർത്തന സജ്ജമായത്. നിലവിൽ ഇന്തോ പസഫിക്, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ നിർണായക മേഖലകളിലാണ് ഈ ഡ്രോണുകളെ വിന്യസിച്ചിരിക്കുന്നത്.